എക്സലുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ് ആണ്. ഇതിനകത്ത് കസ്റ്റമറുടെ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടി ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് നെയിം ഒരു ബോക്സിനകത്തും ലാസ്റ്റ് നെയിം തൊട്ടടുത്ത ബോക്സിനകത്തും ആക്കണം. നോർമൽ കേസിൽ സാധാരണ ചെയ്യുന്ന എങ്ങനെ, ഇപ്പോൾ ജോൺ സ്മിത്ത് എന്നുള്ള ഒരു നെയിം അത് നമ്മൾ ആക്കാനായിട്ട് നേരെ ജോൺ എന്നടിച്ചിട്ട് പിന്നെ അടുത്ത രണ്ടാമത്തെ കോളത്തിലാണ് സ്മിത്ത് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് നെയിം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഒന്ന് രണ്ട് നെയിമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സിമ്പിളായിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെപ്പറേറ്റ് ആയിട്ട് ആക്കാൻ പറ്റും. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യം ആ കസ്റ്റമേഴ്സിൻ്റെ നെയിം ഒന്ന് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ആ ഒരു ഇപ്പോൾ 78 പേരുണ്ട്, 78 പേര് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഫസ്റ്റ് നെയിമിൻ്റെ കോളത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് നെയിമിനകത്ത് കൊണ്ടുവന്നിട്ട് Ctrl V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നെയിം മാത്രം മതി. നമുക്ക് ഫസ്റ്റും സെക്കൻഡും കൂടെ ചേർന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ആ ഒരു സെക്കൻഡ് നെയിം അതായത് ലാസ്റ്റ് നെയിം കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നെയിമിൻ്റെ ആ ഒരു ഇത് ഫുള്ള് സെലക്ട് ചെയ്യാം. അത് ഫുള്ളായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നേരെ കീബോർഡിൽ വന്നിട്ട് Ctrl F കൊടുക്കുക. റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്തിട്ട് ഫൈൻഡ് വാട്ട് എന്നുള്ള ഭാഗത്ത് ഒരു സ്പേസ് കൊടുത്തിട്ട് ഒരു സ്റ്റാർ കൊടുക്കുക. എന്നിട്ട് റീപ്ലേസ് ഓൾ കൊടുക്കുക. കണ്ടോ, ആ ഒരു ഭാഗത്ത് നിന്നും ലാസ്റ്റ് നെയിം മൊത്തം കട്ടായി പോയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നെയിം മാത്രം വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് നെയിം മാത്രം മതി. അവിടെ ഫസ്റ്റ് നെയിം കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു, എന്നിട്ട് Ctrl F കൊടുക്കുന്നു. നേരത്തെ നമ്മൾ സ്പേസ് കൊടുത്തിട്ടാണ് സ്റ്റാർ കൊടുത്തത്. അതിന് പകരം ഇനി ഒരു സ്റ്റാർ കൊടുത്തിട്ട് ഒരു സ്പേസ് കൊടുക്കുക. റീപ്ലേസ് പോയിട്ട് റീപ്ലേസ് ഓൾ കൊടുക്കുക. ഓക്കെ, ക്ലോസ് ചെയ്യുക. അത്ര സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെപ്പറേറ്റ് ആക്കാൻ സാധിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ എക്സൽ അറിവുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.